താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന മഹാനായ ഇമാം ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, യാ മിസ്കീൻ അൻത മുസീഉൻ വതറ അന്നക മുഹ്സിൻ. അല്ലയോ മിസ്കീനായ മനുഷ്യ, നീ പാപിയാണ്, ദോഷിയാണ്, പക്ഷേ നീ നിന്നെക്കുറിച്ച് വിചാരിക്കുന്നത് നീ വലിയ സുഹൃതം ചെയ്തവനാണ്, പുണ്യവാനാണെന്നാണ്. വഅൻത ജാഹിലുൻ വതറ അന്നക ആലിം. നീ വിവരദോഷിയാണ്, ജാഹിലാണ്, പക്ഷെ നീ നിന്നെക്കുറിച്ച് കരുതുന്നതോ നീ വലിയ പണ്ഡിതനാണ്, അറിവാളനാണ് എന്നാണ്. വഅൻത ബഖീൽ വതറ അന്നക കരീം. നീ പിശുക്കനാണ്, ലുബ്ധനാണ്, പക്ഷെ നീ നിന്നെക്കുറിച്ച് വിചാരിക്കുന്നതോ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ്, ഉദാരനാണ് എന്നാണ്. വഅൻത അഹ്മഖ് വതറ അന്നക ആഖിൽ. നീ വിഡ്ഢിയാണ്, വിവേകമില്ലാത്തവനാണ്, പക്ഷേ നീ നിന്നെക്കുറിച്ച് വിചാരിക്കുന്നതോ നീ വലിയ ബുദ്ധിമാനാണ്. അജലുക ഖസീറുൻ വഅമലുക തവീലുൻ. നിന്റെ അവധി വളരെ പരിമിതമാണ്, നീ പെട്ടെന്ന് മരിച്ചു പോകേണ്ടവനാണ്, പക്ഷെ നിന്റെ ദുനിയാവിലെ മോഹങ്ങളും പ്രതീക്ഷകളോ അതൊരിക്കലും അവസാനിക്കാത്ത സുദീർഘമാണ്. സഹോദരങ്ങളെ, മനോഹരമായ വാക്കുകളാണിത്. ഇതിലോരോ വാചകങ്ങളും വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളിൽ പലരുടെയും നമ്മെക്കുറിച്ചുള്ള ധാരണകളും അഹന്തയും പെരുമയും പൊങ്ങച്ചവും താൻപോരിമയും ആത്മപ്രശംസയുമെല്ലാം തച്ച് തകർക്കുകയാണ് ഇവിടെ. നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്താ? നമ്മൾ വലിയ പുണ്യാളന്മാരാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് നമ്മൾ, പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ്? തിന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. നമ്മൾ വലിയ വിവരമുള്ളവരാണ് എന്നാണ് നമ്മുടെ ധാരണ. നമ്മളറിയാത്ത ദീൻ എന്താണുള്ളത്, നമ്മൾ പഠിക്കാത്തത് എന്താണുള്ളത്, നമ്മൾ മനസ്സിലാക്കാത്ത പുതിയ കാര്യം എന്താണുള്ളത്, എന്താണ് നമ്മൾ ചിന്തിക്കാറ്? പക്ഷേ നമ്മൾ എത്രയാണ് പഠിച്ചത്? നമ്മൾ എന്താണ് പഠിച്ചത്? ഇനി എത്രയോ നമ്മൾ പഠിക്കാനുണ്ട്. ആർക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, തൻ്റെ വിവരക്കേടിൻ്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒരാൾക്ക് സമയമില്ല. അറിഞ്ഞ അല്പത്തരം അത് വലിയ വിവരമാണ് എന്ന് കരുതിയാണ് നമ്മൾ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടാവും, ദാനം ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വിചാരം ലോകത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ നമ്മളാണ്, ഉദാരൻ നമ്മളാണ് എന്നാണ്. പക്ഷേ നമ്മെക്കാൾ പിശുക്കൻ വേറെ ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് വലിയ ബുദ്ധിമാനാണെന്നാണ്, പക്ഷേ നമ്മെക്കാൾ വലിയ വിഡ്ഢി വേറെ ആരും ഉണ്ടാകുകയില്ല. നമ്മുടെ ദുനിയാവിൻ്റെ മോഹങ്ങൾ വളരെ സുദീർഘമാണ്. ദുനിയാവിൽ അത് നേടണം, ഇത് സമ്പാദിക്കണം, അതുണ്ടാക്കണം, ഇത് നേടണം, ഇങ്ങനത്തെ ചിന്തകൾ, ദുനിയാവിനെ കുറിച്ചുള്ള മോഹങ്ങൾ വലുതാണ്. പരലോകത്തേക്കുള്ള നമ്മുടെ മോഹങ്ങളോ അത് വളരെ ശൂന്യമാണ്. എന്നാൽ പെട്ടെന്ന് അവസാനിച്ച് നമ്മൾ പരലോകത്തേക്ക് പോയാൽ നമ്മുടെ കയ്യിലുള്ള പാഥേയം എന്താണ്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന മഹത്തായ സമയമാണ് റമളാൻ. നമ്മുടെ പരലോകത്തേക്കുള്ള പാഥേയം ഒരുക്കേണ്ടുന്ന അവസരമാണ് റമളാൻ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ പണിയെടുക്കുക. അല്ലാഹു നമുക്കതിന് കനിയുമാറാകട്ടെ.